പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി സുവിശേഷം 26-ാം അധ്യായം എൻ്റെ 69 തൊട്ട് 75 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്ത് ഇരുന്നു അവന്റെ അടുക്കൽ ഒരു വേലക്കാരിത്തി വന്നു, നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് അവിടെയുള്ളവരോട്, ഇവനും നസറേയനായ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തള്ളിപ്പറഞ്ഞു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്നു പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിൽ ഉള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. അപ്പോൾ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തു പോയി അതിദുഃഖത്തോടെ കരഞ്ഞുവെന്ന് ഈ തിരുവെഴുത്ത് ഭാഗത്ത് നമുക്ക് വായിക്കും മനസ്സിലാക്കാൻ കഴിയും. വളരെ കാലങ്ങൾ വായിച്ച് സുപരിചിതമായ ഒരു വചനമാണ്. നമുക്ക് നല്ല അറിവൊക്കെ ഉള്ളതാണെങ്കിലും പലപ്പോഴും പത്രോസിനെ പോലെ യേശുവിനെ തള്ളിപ്പറയുന്ന എത്രയോ സാഹചര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ യേശുവിൻ്റെ കൂടെ 3.5 വർഷം നടന്ന യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ടവൻ, യേശുവിൻ്റെ കൂടെ നടന്ന് ആമൻ എല്ലാ ശുശ്രൂഷ ഭാഗമായിരുന്നവൻ. യേശു പ്രത്യേകിച്ചും മലയിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴൊക്കെ പത്രോസിനെ യോഹന്നെ യാക്കോബിനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ പ്രധാനി. പിന്നെ യേശു പറഞ്ഞു, നീ പത്രോസാകും, നീ പാറമേലെ സഭയിൽ പണിയും പാതാള ഗോപുരങ്ങളെ ചേക്കിയിൽ, അങ്ങനെ ദൈവിക വാഗ്ദത്തങ്ങൾ അനുഭവത്തി കൊടുത്ത പത്രോസ് യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു എന്ന് പറയുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിങ്ങളും ഇതുപോലെ എത്രയോ തവണകൾ യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് എത്രയോ പ്രാവശ്യം നിന്ദകൾ, അപവാദങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നാം ഇവിടെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിലൂടെ നാം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവവചനത്തിന്റെ ആ സാന്നിധ്യം, ദൈവവചനത്തിന്റെ ആ മാധുര്യമൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. വാസ്തവത്തിൽ പത്രോസ് യേശുവിൽ വിശ്വസിക്കുകയും വിശ്വസ്തയോടെ അവനെ അനുഗമിക്കുകയും ചെയ്തവനാണ്. ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ തൻ്റെ രക്ഷകനായും വരുവാനുള്ള ലോകത്തിൽ മാനകുലത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി മനുഷ്യനെ തൻ്റെ അടുക്കൽ ചേർത്ത് അവനെ തിരിച്ച് നിത്യത്തിലേക്ക് എത്തിക്കുവാൻ യേശുക്രിസ്തു തന്നെയാണ് ഏക വഴിയെന്നറിഞ്ഞവനുമാണ് പത്രോസ്. മാത്രമല്ല, തൻ്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുന്നവനും യേശുവാണെന്ന് പത്രോസ് ശരിയായിട്ട് അറിഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. പക്ഷെ യേശുവിനെ പീലാത്തോസിന്റെ കോടതിയിൽ കൊണ്ടുപോയപ്പോൾ യേശുവാനുള്ള ബന്ധം അധികാരികളോട് തുറന്നു പറയുന്നത് അപകടകരമാകുമെന്ന് അറിഞ്ഞ പത്രോസ് അവരുടെ മുമ്പിൽ വെച്ച് അവനെ ശപിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തു. ഇന്ന് ഇതല്ലേ സഹോദരി സംഭവിക്കുന്നത്. അധികാരികളുടെ മുമ്പിൽ നിന്നെ കൊണ്ടു ചെല്ലുമ്പോൾ യേശുവിനെ നിന്റെ രക്ഷകനായി, നിന്റെ പിതാവായി, നിന്റെ വീണ്ടെടുപ്പുകാരനായി എന്ന് പറയുവാൻ കഴിയാതെ നീ പലപ്പോഴും ഈ ലോകത്തിന്റെ നിയമങ്ങളെ അധികാരികളെ ഭയപ്പെട്ടിട്ട് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതുപോലെ നീയും തള്ളിപ്പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളില്ലേ? എത്രയോ പേര് യേശു ക്രിസ്തു മുഖാന്തരം, സുവിശേഷ മുഖാന്തരം ഉപദ്രവങ്ങളും പീഡകളും ഏറ്റപ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ സ്വതന്ത്രമാക്കാം, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ എത്രയോ ആളുകൾ വിശ്വാസം നഷ്ടപ്പെടുത്തി യേശുവിനെ തള്ളിപ്പറഞ്ഞ് പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. യേശു നമ്മുടെ രക്ഷകനാണ്, യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. തൻ്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുന്നവരാണ്. യേശു തന്നെയാണ് വഴിയും സത്യവും ജീവനും. നമുക്ക് ലഭിച്ച നിത്യത, അത് സ്വർഗരാജ്യത്തിൽ നാം എത്തണമെങ്കിൽ യേശുക്രിസ്തുവിൽ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് പത്രോസ് യേശുവിനെ അധികാരികളുടെ മുമ്പിൽ വെച്ച് തള്ളിപ്പറഞ്ഞതുപോലെ നാം ഒരിക്കലും തള്ളിപ്പറയാതിരിപ്പാൻ, ഹല്ലേലൂയ, നമ്മൾ യേശുവിനെ ഹൃദയത്തിനകത്ത് നമ്മൾ സ്വീകരിക്കണം. പുറമേ അല്ല യേശുവിനെ സ്വീകരിക്കേണ്ടത്, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത്. അപ്പം യേശു ദൈവമാണ്, തൻ്റെ രക്ഷകനാണെന്ന് പീലാത്തോസിന്റെ കോടതിയിൽ പത്രോസ് പറഞ്ഞാൽ പത്രോസിന് വരാൻ പോകുന്ന വിപത്ത് എന്തായിരിക്കുമെന്ന്
പത്രോസ് ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാകാം, എന്നെ കേൾക്കുന്ന പ്രശ്നേഹിത, ഇന്നത്തെ കാലഘട്ടത്തിൽ ലോക രാജ്യങ്ങളിലും പരിശോധിച്ച് നോക്കിയാൽ, വടക്കേന്ത്യൻ പ്രദേശം വഴി പരിശോധിച്ച് നോക്കിയാട്ട് യേശുക്രിസ്തുവിന് വേണ്ടി എത്രയോ ആളുകളാണ് രക്തസാക്ഷികളായി തീരുന്നത്. യേശു ആമീൻ രക്ഷകനാണ്, വീണ്ടെടുപ്പുകാരനാണ്, മശികയാണെന്ന് യാതൊരു ഭയവും കൂടാതെ ഏത് കോടതിയുടെ മുമ്പിലും ഏത് പോലീസിന്റെയും നിയമത്തിന് മുമ്പിലും പറയുന്ന എത്രയോ ശക്തരായിരിക്കുന്ന ദൈവമക്കൾ പറഞ്ഞവർ രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊരു പാഠമാകട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, സഹോദര, സഹോദരി, നീ യേശുവിനെ അറിഞ്ഞതിന്റെ പേരിൽ നിന്റെ കുടുംബത്തിൽ നിന്നെ പുറത്താക്കി, നിന്റെ സഹോദരങ്ങൾ നിന്നെ പുറത്താക്കി, നിന്റെ മതം നിന്നെ പുറത്താക്കിയാൽ, നിന്റെ സംഘടന നിന്നെ പുറത്താക്കിയാൽ, നീ മരിക്കേണ്ടി വന്നാൽ നീ യേശുവിനെ തള്ളിപ്പറയരുത്. യേശുവിനെ നീ വിശ്വസിച്ച് നിന്റെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോയി നിയമാധികാരികൾ നിന്നെ ക്രൂരമായി പിടിപ്പിച്ചാൽ നീ യേശുവിനെ തള്ളിപ്പറയരുത്. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ തള്ളി പറയുമെന്ന് പത്രോസിന് ഒരിക്കലും അറിയില്ലായിരുന്നു. പത്രോസിന് ഒരിക്കലും അറിയില്ല താൻ യേശുവിനെ തള്ളിപ്പറയുമെന്ന്. പക്ഷെ യേശുവിന് അറിയാമായിരുന്നു പത്രോസിന്റെ ബലഹീനത. അവൻ എന്നെ തള്ളിപ്പറയുമെന്നും അവൻ എന്നെ ശപിക്കുമെന്നും പ്രാകുമെന്നും ഒക്കെ യേശുവിന് അറിയാമായിരുന്നു. ഇതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമ്മൾ ഒരിക്കലും യേശുവിനെ തള്ളിപ്പറയുമെന്ന് നമുക്കൊരിക്കലും അറിയില്ല. പക്ഷെ സാഹചര്യങ്ങൾ വരുമ്പോൾ, ഇങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ നാം യേശുവിനെ തള്ളിപ്പറഞ്ഞ് ആ പത്രോസ് ചെയ്തതുപോലെ നമ്മൾ ചെയ്യും. നമ്മുടെ ബലഹീനതകൾ അറിയുന്നവൻ ദൈവമാണ്. പത്രോസിന്റെ ബലഹീനതകൾ അറിഞ്ഞവൻ ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ബലഹീനതയെക്കുറിച്ച് വ്യക്തമായും യേശുവിന് അറിയാമായിരുന്നു. പത്രോസിന്റെ ബലഹീനതയെക്കുറിച്ച് യേശുവിന് വ്യക്തമായിട്ട് നിശ്ചയമുണ്ടായിരുന്നു. ആയതിനാൽ യേശു പത്രോസിന്റെ കാൽ കഴുകി രക്ഷയുടെ സുവിശേഷം ഭാവിയിൽ പറയുന്നത് പോലെ പറയുവാൻ വേണ്ടി അവന്റെ ഓർമ്മയിൽ അത് കൊത്തിവെച്ചു. ഹല്ലേലൂയ. നീ ഭാവിയിൽ പാപം ചെയ്യും എങ്കിലും നിന്റെ ഭാവിയിലെ പാപങ്ങളും ഉൾപ്പെടെ ഞാനിതാ കഴുകി കളയുന്നു എന്ന് പറഞ്ഞ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പെസഹയ്ക്ക് ശിഷ്യന്മാരുടെ കാൽ കഴുകി ഓർപ്പിച്ചു. പക്ഷെ എന്നിട്ടും പത്രോസിന് മനസ്സിലായില്ല. ചില ബലഹീനതയുടെ സമയങ്ങളിൽ നമ്മളും എപ്പോഴൊക്കെ യേശുവിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് ഒരു അവസരം തരികയാണ് സഹോദര, സഹോദരി, യുവതി, യുവാവി. പത്രോസിനെ പോലെ നീ യേശുവിനെ നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി തള്ളി പറഞ്ഞിട്ടുണ്ടോ? യേശുവിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുണ്ടോ? നിനക്ക് വേണ്ടി സ്വർഗമകളെ വെടിഞ്ഞ് ഭൂമി വന്ന് കാൽവരി കുരിശിൽ അവസാനത്തുള്ളി രക്തം പരത്തുന്നവൻ, അവന്റെ ശരീരം ഒഴിവുചാല പോലെ കീറി, അവന്റെ കൈകാൽ കരിരുപ്പാണിൽ തറയപ്പെട്ടുള്ള ശിരസിൽ മുൾക്കീരം അടിച്ചിറക്കി അവനെ വിരാപ്പുറം കുത്തി തുറന്ന് അവസാനത്തുള്ളി രക്തം പരത്തുന്നതിനെ വീണ്ടെടുത്ത കർത്താവ്. ആ കർത്താവിനെ നീ ഏതെങ്കിലും സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും അധികാരികളും മതത്തിനും വീട്ടുകാരുടെ സ്വന്തക്കാർ ദേശത്തിനും തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരവസരം ദൈവം നിനക്ക് നൽകുകയാണ് മടങ്ങി വരാൻ. ഹല്ലേലൂയ. മടങ്ങി വന്ന നീ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ ദൈവം നിന്നെ വീണ്ടും കഴുകി വെടിപ്പാകും. ഹല്ലേലൂയ. അറിയാം, തന്റെ ജീവൻ അപകടത്തിലായപ്പോഴാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. പത്രോസിന് ജീവൻ അപകടത്തിലാകുമെന്ന് പത്രോസിന് മനസ്സിലായി. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ അവന്റെ ജഡത്തിലെ ബലഹീനത നിമിത്തമാണ് അവനത് ചെയ്തത്. പത്രോസിന്റെ ജഡത്തിലെ ബലഹീനത നിമിത്തമാണ് പത്രോസ് അത് ചെയ്തത്. ആകയാൽ ഭാവിയിൽ വരാൻ പോകുന്ന അകൃത്യങ്ങളിൽ നിന്നും ശിഷ്യന്മാരെ രക്ഷിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ യേശു നമുക്ക് മുന്നമേൽ വെളിപ്പെടുത്തി തരുന്ന തിരുവെഴുത്തുകളെ നാം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ ഏത് മേഖലയിലൂടെ കടന്നുപോയാലും കടന്നുപോയാലും നമ്മുടെ ജീവിതത്തിൽ പാപം സംഭവിക്കാതെ യേശുവിനെ തള്ളിപ്പറയാതെ വിശുദ്ധ ജീവിതം നയിപ്പാൻ ഇന്ന് പകൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാമോ? എവിടെയെങ്കിലും യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് നിൽപ്പാൻ കഴിയട്ടെ. അവൻ വരാൻ സമയമായി, നിങ്ങളെ ചേർക്കാൻ വരാൻ സമയമായി, തന്റെ സഭയെ ചേർക്കാൻ വരാൻ സമയമായി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതുപോലെ കർത്താവേ, ജീവിതത്തിന്റെ ഏത് മേഖലയിലും യേശുവിനെ തള്ളിപ്പറയുവാട്ടയാകാതെ അവരോട് ചേർന്ന് കർത്താവെ ക്രൂശ് ചുമക്കാൻ തന്റെ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുവാൻ കാരണമായെങ്കിൽ ഈ കാലഘട്ടത്തിൽ എത്രയോ ആളുകൾ അതേപോലെ യേശുവിനെ തള്ളിപ്പറഞ്ഞവരുണ്ട്. കർത്താവിയുടെ പാപങ്ങൾ ക്ഷമിച്ച് അകൃത്യങ്ങൾ ക്ഷമിച്ച് അവർക്ക് യേശുവിനോട് ചേർന്നവർക്ക് അനിത്യത നഷ്ടപ്പെട്ടു പോകാതെ അവരെ ചേർത്ത് പിടിക്കണം. കർത്താവ് സകല മുഖത്ത് വിടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.